ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്കോബാർ ഐസ്ക്രീമാണ്. ഇതിന് നമുക്ക് മോൾഡോ കപ്പോ ഒന്നും തന്നെ ആവശ്യമില്ല. ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിയാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ചോക്കോബാർ ഐസ്ക്രീമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഈസി ആയിട്ടുള്ള ചോക്കോബാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഒരു ചോക്കോബാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ചോക്കോബാർ. അത് നമ്മൾ ഡിസ്പോസിബിൾ കപ്പ് ഉപയോഗിച്ചു. അപ്പോൾ ഇതിലാണെങ്കിൽ അതുപോലെ കപ്പ് പോലും ആവശ്യമില്ല. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ചോക്കോബാർ നമ്മൾ ഡിസ്പോസിബിൾ കപ്പിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചെയ്ത് നോക്കി അവർക്ക് നന്നായിട്ട് വന്നു എന്നറിഞ്ഞതിന് സന്തോഷം. അപ്പോൾ ഇതും അതുപോലെയാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് തന്നെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചുള്ള ഒരു ചോക്കോബാറാണ്. അപ്പോൾ അതിന് ഞാൻ ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് പൊട്ടിക്കണം. ഈ പാക്കറ്റ് കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് മൊത്തത്തിൽ അങ്ങനെ പൊട്ടിക്കാതെ മുകൾ ഭാഗത്ത് മാത്രം പതുക്കെ നമ്മൾ സിസർ വെച്ച് വെട്ടിയെടുക്കണം. എന്നിട്ട് ഈ ബിസ്ക്കറ്റ് വെളിയിലെടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബിസ്ക്കറ്റ് വളരെ ശ്രദ്ധിച്ച് മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്ത് എടുക്കണം. കാരണം ഈ പാക്കറ്റ് വെച്ച് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഇതുപോലെ ടോപ്പ് മാത്രം പതുക്കെ വേർപെടുത്തിയെടുക്കാം. ഇനി നമുക്ക് ബിസ്ക്കറ്റ് പുറത്തെടുത്ത് പൊട്ടിച്ചെടുക്കാം. ഈ പാക്കറ്റിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ ക്രഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബിസ്ക്കറ്റ് ഞാൻ ഒരു കല്ല് ഉപയോഗിച്ച് പൊടിച്ചെടുത്തു. ഇനി നമുക്കതിൽ പാലൊഴിച്ച് കൊടുക്കാം. അത് ഞാൻ തിളപ്പിച്ച് ആറിയ പാല് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ സ്റ്റീൽ കപ്പുകൾ എടുത്തിട്ട് അതിൽ നമ്മൾ ഈ പാക്കറ്റുകൾ വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഈ കവറിൽ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റിൻ്റെ കവറിൽ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഒരു മിശ്രിതം നിറച്ച് കൊടുത്തു. ഞാനിപ്പോൾ ഒരു കപ്പിലിങ്ങനെ 2 എണ്ണം വെച്ചു. അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ 2 എണ്ണം വെച്ച് കൊടുത്തു. എന്നിട്ട് ഇനി നമുക്ക് ഇതിൽ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം.
ഇതുപോലെ വെച്ചു. അപ്പോൾ നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ മിശ്രിതം ഇപ്പോൾ ഈ ഓറിയോയുടെ പാക്കറ്റിൽ നിറച്ചെടുത്തു. അതിന് ഞാൻ 1 കപ്പിൽ 2 എണ്ണം വെച്ച് കൊടുത്തു. എന്നിട്ട് നടുവിൽ ഈ ഓരോ പാക്കറ്റിൻ്റെയും നടുവിൽ ഒരു സ്റ്റിക്ക്, ഐസ്ക്രീമിൻ്റെ ആ സ്റ്റിക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് അലിയിച്ച് എടുക്കണം. ഞാൻ മെലോയുടെ ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ ചോക്ലേറ്റ് പാക്കറ്റുകൾ എടുക്കാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാം. ഇപ്പോൾ ഞാനിത് 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കാൻ. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചത് ഏതാണ്ട് അലിഞ്ഞിട്ടുണ്ട്. ഈ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ഷൈനിങ് കിട്ടും. ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ കവറിന് എടുത്തു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത നമ്മൾ റെഡിയാക്കി വെച്ചത്. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.